നമസ്കാരം, മാസ്റ്ററിങ് എഡ്യൂടെക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ റിബണിനെ പറ്റിയിട്ടും അതുപോലെ തന്നെ റിബണിൻ്റെ മൂവ്മെൻറ്റിനെ പറ്റിയിട്ടുമാണ് പഠിച്ചത്. ഇന്ന് നമ്മൾ ബൈക്രോം റിബൺ അല്ലെങ്കിൽ കളർ ഇൻഡിക്കേറ്റർ ഇതിനെ പറ്റിയിട്ടാണ് ഇന്ന് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ കളർ ഇൻഡിക്കേറ്റർ എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാ നോർമൽ ടൈപ്പിൽ ബ്ലാക്ക് കളർ റിബണാണ് യൂസ് ചെയ്യുന്നത്. പക്ഷേ ചില ടൈപ്പ് റൈറ്ററിൽ കളറുള്ള റിബണുകളും യൂസ് ചെയ്യും. അപ്പോൾ നമ്മുടെ ടൈപ്പ് റൈറ്ററിൽ നോർമലായിട്ട് ഒരു കളർ ഇൻഡിക്കേറ്റർ ഉണ്ടായിരിക്കും. അതിനകത്ത് മെയിനായിട്ടും 3 കളേഴ്സും കാണും. അപ്പോൾ ഇത് നമ്മുടെ ഒരു പഴയ ടൈപ്പ് റൈറ്ററാണ്. അപ്പോൾ ഇതിനകത്തെ കളർ ഇൻഡിക്കേറ്റർ ഞാൻ കാണിച്ചു തരാം. ഇത് വ്യക്തമായിട്ട് കാണാൻ കഴിയില്ല, കണ്ടോ, ഇതാണ് കളർ ഇൻഡിക്കേറ്റർ. അതുപോലെ തന്നെ നമ്മുടെ ഇവിടെ ഇത് നമുക്ക് കളർ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഒരു പാർട്ടുണ്ട്, കണ്ടോ. ഇത് വെച്ചിട്ട് നമുക്കിങ്ങനെ കളേഴ്സിനെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതിൽ ബ്ലാക്ക് ഉണ്ട്, വൈറ്റ് ഉണ്ട്, അതുപോലെ തന്നെ റെഡ് ഉണ്ട്. ഇങ്ങനെ മെയിനായിട്ടും ഒരു എക്സാമിന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ് കളർ ഇൻഡിക്കേറ്ററിൽ മെയിനായിട്ടും എത്ര കളേഴ്സ് ആയിരിക്കും ഉണ്ടായിരിക്കുക. എത്ര കളേഴ്സാണ്? 3 കളറാണ് കളർ ഇൻഡിക്കേറ്ററിൽ ഉണ്ടായിരിക്കുക. ഇനി ഈ കളർ എന്തിനൊക്കെ വേണ്ടിയിട്ടാണെന്ന് ചോദിച്ചാൽ ഈ ബ്ലാക്ക് കളർ, മുകളിൽ കാണുന്ന ഈ ബ്ലാക്ക് കളർ സാധാരണ നമ്മൾ നോർമലായിട്ട് ടൈപ്പ് ചെയ്യുമ്പോൾ കളർ ഇൻഡിക്കേറ്റർ ഏത് കളറിലായിരിക്കുമെന്ന് ചോദിച്ചാൽ ബ്ലാക്ക് കളറിലായിരിക്കും. സാധാരണ നമ്മൾ ടൈപ്പ് ചെയ്യുമ്പോൾ കളർ ഇൻഡിക്കേറ്റർ ഏത് കളറിലായിരിക്കും? നോർമൽ ആയിട്ട് ടൈപ്പ് ചെയ്യുന്ന സമയത്ത് കളർ ഇൻഡിക്കേറ്റർ ഏതിലായിരിക്കും? ബ്ലാക്ക് കളറിലായിരിക്കും ഉണ്ടാവുക. ഇനി നമ്മൾ സ്റ്റെൻസിൽ പേപ്പറിലൊക്കെ ടൈപ്പ് ചെയ്യും. അപ്പോൾ സ്റ്റെൻസിൽ പേപ്പറിൽ ടൈപ്പ് ചെയ്യുമ്പോൾ നമുക്ക് ഈ റിബണിൻ്റെ ആവശ്യമില്ല. അപ്പോൾ റിബണിൻ്റെ കളറ് ആവശ്യമില്ല. അങ്ങനെയുള്ള സാഹചര്യത്തിൽ നമ്മളുടെ ഈ ഇൻഡിക്കേറ്റർ കളർ ഇൻഡിക്കേറ്റർ ഏതിലായിരിക്കുമെന്ന് ചോദിച്ചാൽ ഇത് വൈറ്റിലായിരിക്കും. അപ്പോൾ നമ്മൾ ഇൻഡിക്കേറ്റർ ഏതിലാക്കി ഇടും? വൈറ്റിലാക്കി ഇടും. വൈറ്റിലാക്കി ഇട്ട് കഴിഞ്ഞാൽ സ്റ്റെൻസിൽ പേപ്പറിൽ ടൈപ്പ് ചെയ്യുമ്പോൾ കളർ ഇൻഡിക്കേറ്റർ ഏത് കളറിലായിരിക്കുമെന്ന് ചോദിച്ചാൽ വൈറ്റ് കളറിലായിരിക്കും. ഇനി അതുപോലെ തന്നെ നമ്മൾ ബൈക്രോം റിബൺ എന്ന് പറഞ്ഞാൽ നമ്മൾ കളറുള്ള റിബണുകൾ യൂസ് ചെയ്യും. സാധാരണ ബ്ലൂ കളർ അല്ലെങ്കിൽ മുകൾ ഭാഗത്ത് ബ്ലൂ കളറും താഴെ റെഡ് കളറും. അതല്ലാന്നുണ്ടെങ്കിൽ മുകളിൽ ബ്ലാക്ക് കളറ്, താഴെ റെഡ് കളറ്. ഈ റിബണിൻ്റെ തന്നെ ഹാഫ് പോർഷൻ മുകളിലോട്ട് ബ്ലാക്കോ അല്ലെങ്കിൽ ബ്ലൂ കളറോ താഴെ റെഡ് കളറോ ഉള്ള റിബണുകൾ യൂസ് ചെയ്യും. അങ്ങനെയുള്ള റിബണുകളാണ് ബൈക്രോം റിബണുകൾ. അപ്പം ഇത് യൂസ് ചെയ്തിട്ട് നമ്മൾ ടൈപ്പ് ചെയ്യും. അങ്ങനെ ടൈപ്പ് ചെയ്യുമ്പോൾ കളർ ഇൻഡിക്കേറ്റർ ഏതിലായിരിക്കും? നമ്മൾ കൊടുത്തിരിക്കുന്ന റെഡ് കളറിൽ ആയിരിക്കും. അപ്പോൾ ഈ കളർ ഇൻഡിക്കേറ്റർ അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് നമ്മൾ ഏത് രീതിയിലാണ് ടൈപ്പ് ചെയ്യേണ്ടതെന്ന് നോക്കുന്നത്. അപ്പോൾ അതിനെയാണ് കളർ ഇൻഡിക്കേറ്റർ എന്ന് പറയുന്നത്. മെയിനായിട്ട് 3 കളറാണുള്ളത്. ബ്ലാക്ക് ഉണ്ട്, വൈറ്റ് ഉണ്ട്, അതുപോലെ തന്നെ കളറും ഉണ്ട്, റെഡ് കളറും ഉണ്ട്. ഇപ്പം റെഡ് കളറ് റിബണിൻ്റെ ഏത് വശത്തായിരിക്കും എന്ന് ചോദ്യം ചോദിക്കാറുണ്ട്. റിബണിൻ്റെ താഴ്ഭാഗത്തായിട്ടായിരിക്കും റെഡ് കളർ വരുന്നത്. ഇനി കളർ ഇൻഡിക്കേറ്റർ ബ്ലാക്ക് ആണെങ്കിൽ അതെന്തിനെ സൂചിപ്പിക്കുന്നു എന്ന് വെച്ചാൽ നോർമൽ ടൈപ്പിങ്ങിന് വേണ്ടിയിട്ടാണ് നമ്മൾ കളർ ഇൻഡിക്കേറ്ററിലെ ബ്ലാക്ക് കളറ് യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ വൈറ്റ് കളറാണെന്നുണ്ടെങ്കിൽ സ്റ്റെൻസിൽ പേപ്പറിൽ ടൈപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ സ്റ്റെൻസിൽ കട്ടിങ്ങിന് വേണ്ടി യൂസ് ചെയ്യുന്നു എന്ന് നമ്മൾ പറയാറുണ്ട്. ഇപ്പോൾ ഈ കളർ ഇൻഡിക്കേറ്റർ വൈറ്റിലിട്ടാൽ എന്താ സംഭവിക്കുന്നതെന്ന് ചോദിച്ചാൽ നമുക്ക് ടൈപ്പ് ചെയ്യാൻ ഇങ്കിൻ്റെ ആവശ്യമില്ല. അങ്ങനെയുള്ളപ്പോൾ ഈ റിബണിൻ്റെ നമ്മൾ സാധാ ടൈപ്പ് ചെയ്യുമ്പോൾ റിബണിന് അപ്പ് ആൻഡ് ഡൗൺ മൂവ്മെൻറ്റ് ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു. വൈറ്റ് ഇൻഡിക്കേറ്ററിൽ ഇട്ട് കഴിയുമ്പോൾ ഈ അപ്പ് ആൻഡ് ഡൗൺ മൂവ്മെൻറ്റ് നടക്കില്ല. അപ്പോൾ എന്ത് ചെയ്യും? റിബണിൻ്റെ അപ്പ് ആൻഡ് ഡൗൺ മൂവ്മെൻറ്റ് ഇല്ലാത്തപ്പോൾ റിബണിൻ്റെ ഇങ്ക് യൂസ് ചെയ്യാതെ ടൈപ്പ് ചെയ്യും. അതിന് വേണ്ടിയിട്ട് അതാണ് സ്റ്റെൻസിൽ കട്ടിങ് അല്ലെങ്കിൽ സ്റ്റെൻസിൽ പേപ്പറിൽ ടൈപ്പ് ചെയ്യാൻ ഇങ്ക് ആവശ്യമില്ലാത്തത് കൊണ്ടാണ് നമ്മൾ കളർ ഇൻഡിക്കേറ്ററിലെ വൈറ്റ് കളറ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ കളർ ഇൻഡിക്കേറ്റർ എന്താണ്, ബൈക്രോം റിബൺ എന്താണ് എന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇത് നമുക്ക് കാണിച്ചു തരാം. ഇത് പഴയൊരു ടൈപ്പ് റൈറ്റർ ആയതുകൊണ്ട് കളർ ഇൻഡിക്കേറ്റർ ഒന്നും നല്ല രീതിയിലല്ല. അപ്പോൾ അതിൻ്റേതായ കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ട് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ വർക്കിങ്ങും. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും കളർ ഇൻഡിക്കേറ്റർ എന്താണ്, ബൈക്രോം റിബൺ എന്താണെന്നൊക്കെ മനസ്സിലായിട്ടെന്ന് വിശ്വസിക്കുന്നു. ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്